ഈ ഒരു മാധ്യമപ്രവർത്തകനായി മാത്രം ജീവിക്കുകയും ഇപ്പോഴും ഭാഗികമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ മുഖ്യധാരയാണെങ്കിലും അല്ലെങ്കിലും തള്ളിപ്പറയാൻ ഞാനില്ല, തള്ളിപ്പറയില്ല. കാരണം ഓരോ കാലത്തും മാധ്യമങ്ങൾ അതിൻ്റേതായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ പ്രദർശിപ്പിക്കും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താ, ഇവിടെ എല്ലാ കാലത്തും ഉള്ളൊരു വലിയ പ്രശ്നമാണ്. ഒരുപക്ഷെ ഈ മാധ്യമരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് പേര്, ഏതാണ്ട് എല്ലാവരും വരെയായി, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹേർഡ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയും, HERD. ഹേർഡ് ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചാൽ ഒരു പറ്റമായി നീങ്ങാനുള്ള ഒരു പ്രവണത. എന്നുവെച്ചാൽ കൂട്ടം തെറ്റി മേയാൻ ഉള്ള ധൈര്യമില്ലായ്മ, കൂട്ടം തെറ്റി മേയുന്നവരെ തച്ച് തകർക്കാനുള്ള വ്യഗ്രത. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിൽ നമ്മളിപ്പോൾ ഈ അവസാനത്തെ എക്സിറ്റ് പോളിൽ കണ്ടത് അതാണ്. കാരണം ഒരാളും വ്യത്യസ്തമായി ആകെപ്പാടെ DB ന്യൂസ് എന്ന് പറയുന്നത്, ദൈനിക് ഭാസ്കറിൻ്റെ DB ന്യൂസ് TV എന്ന് പറയുന്ന ഒരു കൂട്ടർ, കർണാടകത്തിലെ ഈ ദിന എന്ന് പറയുന്നൊരു ഇതുപോലെയുള്ളൊരു ചെറിയൊരു സോഷ്യൽ മീഡിയ വെബ് ചാനലായിരിക്കും ഞാൻ വിചാരിക്കും. ഇവരൊക്കെയാണ് സത്യത്തിൽ ധ്രുവ് റാത്തിയെ പോലെയുള്ള ഇന്ത്യക്ക് പുറത്തിരുന്നുകൊണ്ട് അത് നൽകുന്ന ഒരു പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും, ഇരുന്നുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിരന്തരം പിന്തുടരുകയും അത് ഹിന്ദിയിലായിരിക്കുകയും അത് ഇന്ത്യൻ മനസ്സുകളിലേക്ക് ചെല്ലുകയും ചെയ്യുന്ന ഒരു കാര്യം. അതല്ലാതെ ഇന്ത്യൻ മൂലധന വ്യവസ്ഥയ്ക്ക് കീഴിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സ്ഥാപനവും സത്യം പറയാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു, വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ച 3 പത്രങ്ങളെപ്പറ്റി പറഞ്ഞു. ഈ 3 പത്രങ്ങളും BJP അല്ലാത്ത മറ്റ് കക്ഷികൾ ഭരിക്കുന്ന സ്ഥലങ്ങളിലാണ്. കൽക്കട്ടയിൽ ടെലിഗ്രാഫ്, കർണാടകത്തിൽ ഡെക്കൻ ഹെറാൾഡ്, ചെന്നൈയിൽ തമിഴ്നാട്ടിൽ ദ ഹിന്ദു. ഈ 3 പേർ മാത്രമാണ് വ്യത്യസ്തമായ നിലപാട് ഈ തെരഞ്ഞെടുപ്പ് കാണിച്ച കാലത്ത് അല്ലെങ്കിൽ അതിന് മുമ്പും കാണിച്ചിട്ടുള്ളത്. അതിന് നമ്മളപ്പോൾ ആലോചിക്കണം, ഒരു പ്രൊട്ടക്ഷൻ, ഒരു ധൈര്യം. കേരളത്തിൽ വ്യക്തിതലത്തിൽ ഞാനത് കാണുന്നത്, വ്യക്തിതലത്തിൽ സംസാരിക്കുന്ന മാധ്യമപ്രവർത്തകരുടെയും നിരീക്ഷകരുടെയും കാര്യത്തിലാണ് ഞാനത് കാണുന്നത്. കാരണം കേരളത്തിലിരുന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇരുന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയണം, അത് എഴുതണം, പുറത്തു കൊണ്ടുവരണം എന്ന വ്യഗ്രത ഞാൻ അവരിലാണ് കണ്ടത്, ആ തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളിൽ നാം അത് പലപ്പോഴും കണ്ടില്ല, മുഖ്യധാരയിൽ നാം അത് കണ്ടില്ല. കാരണം അവിടെ പലപ്പോഴും ഇത്തരത്തിലുള്ള പറ്റമായി നീങ്ങാനുള്ള ആ ഒരു സ്വഭാവ സവിശേഷതയാണ് നാം കണ്ടത്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴും വളരെ വളരെ വ്യത്യസ്തവും മേന്മയുള്ളതുമാണെന്ന് തന്നെ ഞാനിപ്പോഴും പറയുന്നു. കാരണം നമ്മെ ആ നിലയ്ക്ക് വരുതിയിൽ നിർത്താൻ കഴിഞ്ഞിട്ടില്ല. ബാലൻസിങ് ഒക്കെ ഉണ്ട്. പക്ഷേ ബാലൻസിങ് ഒക്കെ ഇരിക്കുമ്പോൾ തന്നെയും ഇതിനിടയിൽ കൂടെ സത്യം പറയുന്ന ഒരു രീതി നമുക്ക് എന്തുകൊണ്ടോ നമ്മുടെ ഇൻഗ്രെയിൻഡാണ്, നമ്മുടെ രക്തത്തിൽ അലിഞ്ഞ പോലെ ഒരു സംഗതിയുണ്ട്. അതുകൊണ്ടായിരിക്കണം കേരളത്തിലെ മാധ്യമങ്ങൾ അത്തരത്തിൽ പെരുമാറും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ഈ മാധ്യമങ്ങൾ പൊതുവിൽ തന്നെ ഒരു ഇടതുപക്ഷ വിരുദ്ധതയാണ് ശരിയായ മാധ്യമപ്രവർത്തനം എന്ന് വിശ്വസിക്കുന്നവരാണ്. അത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇടതുപക്ഷത്തെ വിമർശിച്ച് വാർത്തകൾ എഴുതി പ്രസംഗിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഈ ഇടതുപക്ഷത്തെ തച്ചില്ലായ്മ ചെയ്താൽ മാത്രമേ ജനാധിപത്യം വളരൂ എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കണം. ഇടതുപക്ഷം എവിടെയെല്ലാം ദുർബലമായിട്ടുണ്ടോ അവിടെയെല്ലാം ഇന്ത്യ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഇടതുപക്ഷം ഉത്തരവാദിത്വ ബോധം കാണിക്കണമെന്ന് നമുക്ക് ആവശ്യപ്പെടാം, അത് വേറെ കാര്യം. അതൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഈ ഒരു അന്ധമായ ഇടതുപക്ഷ വിരുദ്ധത കൊണ്ടെത്തിക്കുന്നത് പലപ്പോഴും അപകടകരമായ ചില സന്ധികളിലേക്കാണെന്നും കൂടെ നമ്മൾ സ്വയം വിമർശനപരമായി ഈ കേരളത്തിലെ മാധ്യമങ്ങൾ കാണേണ്ടത്.